സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ സൗധം ഉദ്ഘാടനം ചെയ്തതും ഇൻഷാ അല്ലാഹ് ഞാൻ വിടവാങ്ങുകയാണ്. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കാർക്കും വിഷമമില്ലെങ്കിൽ ഒരു ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങളുടെ മുമ്പിൽ കാലിയായി കിടക്കുന്ന കസേരകൾ മനോഹരമാക്കിയതിനു ശേഷം നിങ്ങൾ ബാക്കിലേക്ക് ഇരുന്നാൽ മതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സ്നേഹത്തോടെ ആദരവോടെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങൾ നല്ലവരാണ്. ഈ നാട് സയ്യിദന്മാരോട് ആദരവ് കാണിച്ച നാടാണ്, ആലിമീങ്ങളോട് ബഹുമാനം കാണിച്ച നാടാണ്. ഒരിക്കലും അനാദരവിന്റെ ഒരു സ്പർശം പോലും ഈ നാട്ടിലെ ഒരൊറ്റ മനുഷ്യരുടെ മുഖത്തും കാണാൻ കഴിയില്ല എന്ന് തെളിയിക്കുമാറ് അൽഹംദുലില്ലാഹ് ആ വാക്കേറ്റെടുത്തുകൊണ്ട് സദസ്സിനെ സമ്പന്നമാക്കി. ഒഴിഞ്ഞ കസേരകളിൽ ഇരിക്കൂ. അല്ലാഹു ബർക്കത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ ദിക്ർ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും നമ്മൾ അലട്ടുമ്പോ നമ്മൾ ഓടിപ്പോകേണ്ടത് ദിക്റിന് പിന്നാലെയാണ്. നമ്മുടെ വിഷമങ്ങളും വേദനകളും നമ്മളെ അലട്ടുമ്പോ നമ്മൾ പോകേണ്ടത് ദിക്റിന്റെ പിന്നിലാണ്. ദിക്ർ നമുക്ക് ഏറ്റവും വലിയ സമാധാനത്തിന്റെ ചിഹ്നമാണ്. ദിക്ർ നമുക്ക് ഏറ്റവും വലിയ റാഹത്തിന്റെ നിമിഷങ്ങളാണ്. ദിക്ർ വല്ലാത്ത അനുഭവമാണ്. അത് മനസ്സിന് കുളിരാണ്, അത് മനസ്സിന് സമാധാനമാണ്. അത് നോവുന്ന ഹൃദയങ്ങൾക്ക് ശാന്തമായി ഒഴുകുന്ന നദി പോലെ അത് വളരെ വലിയ സമാധാനം നൽകുന്നു. മനുഷ്യന്റെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിന് ദിക്ർ ഏറ്റവും വലിയ ആയുധമാണ്. മനുഷ്യന്റെ കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും ജീവിതത്തിൽ സന്തോഷത്തിന്റെ വസന്തകാലം വരാൻ ദിക്ർ നിങ്ങൾക്ക് വളരെ വലിയ ഉപകാരമാണ്. ദിക്ർ ഈ ഉമ്മത്ത് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ ദൗത്യമാണ്. ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സമ്പന്നമായ ഈ സാഹസികമായ വൃത്തി ചെയ്യുമ്പോഴും അങ്ങ് ദിക്ർ ചൊല്ലുകയാണോ? അതേ പ്രിയപ്പെട്ട സഹോദര, ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് തുടങ്ങിയ ദിക്റാണ്. എന്റെ ജീവിതം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതമായിരുന്നു. ജീവിതത്തിന്റെ സകലമാന പ്രയാസങ്ങളുടെയും കൈപ്പുനീർ കുടിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. നല്ല ഒരു വീടുണ്ടായിരുന്നില്ല. എന്റെ കുട്ടികൾക്കെന്തും രോഗമായിരുന്നു. എന്റെ ജീവിതത്തിൽ സകലമാന പ്രയാസങ്ങളും എന്നെ തേടിയെത്തി. ഞാൻ കഷ്ടത്തിലായി. അങ്ങനെയാണ് ഞാൻ ഈ ജോലിക്കിടയിൽ, പാതിരാത്രിയിലെ ഈ ജോലിക്കിടയിൽ, കഴിയുന്ന ഈ രാത്രിക്കിടയിൽ ഈ ദിക്റിനെ ഞാൻ ഇങ്ങനെ ചൊല്ലുകയായിരുന്നു. ദിക്ർ ചൊല്ലി അല്ലാഹു എന്റെ സകലമാന സങ്കടങ്ങളെയും എടുത്തു കളഞ്ഞു, സകലമാന പ്രയാസങ്ങളെയും ദൂരീകരിച്ചു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും റാഹത്തിന്റെയും സമ്പന്നതയുടെയും വസന്തകാലം എനിക്ക് വിരുന്നു വന്നു. എനിക്ക് ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ തുടങ്ങി. എനിക്ക് വീട് നിർമ്മിക്കപ്പെട്ടു. രോഗങ്ങൾ സുഖപ്പെട്ടു തുടങ്ങി. ജീവിതത്തിൽ റാഹത്തിന്റെ ഒരു ലോകത്തേക്ക് ആനയിക്കപ്പെട്ടു. ഇപ്പോഴും ഞാൻ ആ ദിക്ർ ചൊല്ലുകയാണ്. ആ ദിക്ർ ചൊല്ലുന്നു. ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് മനസ്സിൽ 3 ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, 3 ആശകൾ, 3 കിനാവുകൾ, 3 സ്വപ്നങ്ങൾ.
എന്റെ ആശ 3 ആശകൾ അള്ളാഹുവിനോട് ഞാൻ എന്റെ ആശകൾ പങ്കുവെക്കുകയും ഈ ദിക്റുകളുകയും ചെയ്തപ്പോ എന്റെ 2 ആശകളും അള്ളാഹു പൂർത്തീകരിച്ചു തന്നു. ഇനി ഒരൊറ്റ ആശ മാത്രമേ ബാക്കിയുള്ളൂ, ഒരൊറ്റ ആഗ്രഹം മാത്രമേ ബാക്കിയുള്ളൂ. അത് പൂർത്തീകരിക്കപ്പെടാനാണ് ഞാൻ ഈ പാതിരാത്രിയിൽ വീണ്ടും ദിക്റിന്റെ ലോകത്തേക്ക് കടന്നു ചൊല്ലുന്നത് എന്ന് പറയുന്നതിനിടയിൽ അയാൾ പൊറാട്ട ചുടുകയാണ്. ഇമാം മാലിക് അദ്ദേഹത്തോട് പറഞ്ഞു, സഹോദരാ, നിങ്ങൾക്ക് അല്ലാഹു ബാക്കി വെച്ച ഒരാഗ്രഹം കൂടിയില്ലേ? ആഗ്രഹം എനിക്കൊന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു തുടങ്ങി, അങ്ങ് മദീന നഗരി, അങ്ങ് മദീന മുനവ്വറ, അജ്ഞതയുടെ അന്ധകാരങ്ങളിൽ കഴിയുന്ന ഒരു സമുദായത്തെ വിരാമമില്ലാത്ത വിജ്ഞാനത്തിന്റെ അനന്തതയിലേക്ക് ആവാഹിച്ച അല്ലാഹുവിന്റെ വിശ്വപ്രശസ്തമായ വിശ്വാസ പ്രമാണങ്ങൾ ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നിയുക്തരായ പ്രവാചക ശൃംഖലയിലെ സമാപ്ത ബിന്ദു ലോകാചാര്യ ശ്രേഷ്ഠൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദീനയിൽ ഇന്ന് ദർസ് നടത്തുന്ന ഒരു ആലിമുണ്ട്. പകരം വെക്കാനില്ലാത്ത പണ്ഡിത സൂര്യൻ. രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് അറിവിന്റെ അക്ഷയ ഖനി തേടി ആ മനുഷ്യന്റെ അടുത്ത് ആളുകൾ ഉപവിഷ്ടരാകുന്നു. എത്രയോ സൂഫികൾ, എത്രയോ വലിയ മുസന്നിഫുകൾ, എത്രയോ വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമകൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് നമ്മുടെ ശിരസ്കരായിരുന്ന അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന് കാതോർക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹാനുണ്ട് മദീനയിൽ, അങ്ങനെയുള്ള ഒരു മഹാനുണ്ട് മദീനയിൽ. ദുആ ചെയ്താൽ ഉത്തരം കിട്ടുന്ന അല്ലാഹുവിന്റെ സൂഫിസത്തിന്റെ, അല്ലാഹുവിന്റെ വിലായത്തിന്റെ ലോകത്തിലേക്ക് പാറിപ്പറന്ന് നടക്കുന്ന ഒരു വലിയ മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുത്ത് പോകണം. അതാണ് എന്റെ 3ാമത്തെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ കൈപിടിക്കണം, മുസാഫഹത്ത് ചെയ്യണം, പുണ്യമാക്കപ്പെട്ട നെറ്റിയിൽ ഒന്ന് തലോടണം, ഒന്ന് ചുംബിക്കണം, ഒന്ന് വാരിപ്പുരണം, ഒന്ന് വാരിപ്പുണരണം, ദുആ ചെയ്യിപ്പിക്കണം, ആ കൈയൊന്ന് മുത്തണം. ഇതാണ് എന്റെ ആഗ്രഹം. ഈ ആഗ്രഹമാണ് എന്റെ 3ാമത്തെ ആഗ്രഹം. അതിനു വേണ്ടിയാണ് ദിക്ർ ചൊല്ലുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, അയാളുടെ പേരറിയാമോ താങ്കൾക്ക്? അതെ, എനിക്കറിയാം. അയാളുടെ പേര് പ്രസിദ്ധമാണ്, ഫേമസ് ആണ്. അദ്ദേഹത്തിന്റെ പേര് മാലിക് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് മാലിക് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് മാലിക് എന്നാണ്. ഇമാം മാലിക് കരഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ഉപ്പുരസമാർന്ന കണ്ണുനീരുകൾ കവിൾത്തടങ്ങളിൽ ഉറ്റി വീണു. റഹ്മാനായ റബ്ബേ, പടച്ച തമ്പുരാനെ, ആരാരും ശ്രദ്ധിക്കാത്ത നിസാരമായി കാണുന്ന ഈ അടുക്കളയുടെ ഇടത്തളങ്ങളിൽ കരിപുരണ്ട ഈ വൃത്തിഹീനമായ കിടപ്പറയിലേക്ക്, ഈ മനുഷ്യന്റെ മുന്നിലേക്ക് അങ്ങ് മദീനയിൽ നിന്ന് നീ എന്നെ കൊണ്ടുവന്നല്ലോ അല്ലാഹ്. അദ്ദേഹം ചൊല്ലിയ ഒരു ദിക്റിന്റെ പേരിൽ, ആ ദിക്ർ ഞാൻ നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞു തരികയാണ്. ഖുർആനിൽ ഈ ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. നൂഹ് സൂറത്തിൽ 10ാമത്തെ ആയത്താണെന്നാണ് എന്റെ ഓർമ്മ. നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഇന്നഹു കാന ഗഫാറ. അല്ലാഹു നിങ്ങൾക്ക് കുട്ടികളെ തരും. അല്ലാഹു നിങ്ങൾക്ക് ഇന്നഹു കാന ഗഫാറ. അല്ലാഹു പുറത്തു തരും. അല്ലാഹു നിങ്ങൾക്ക് കുട്ടികളെ തരും. അല്ലാഹു നിങ്ങൾക്ക് നദികൾ തരും. അല്ലാഹു നിങ്ങൾക്ക് പുഴകൾ തരും. അസ്തഗ്ഫിറൂ. ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതായത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്ർ ചൊല്ലിയാൽ അല്ലാഹു കുട്ടികളെ തരും, സമ്പത്ത് തരും, പുഴ തരും, നദി തരും, റഹ്മത്ത് തരും, ബർക്കത്ത് തരും, സലാമത്ത് തരും. ഈ ഹോട്ടൽ ജീവനക്കാരനായ ഭണ്ഡാരി ചൊല്ലിയ ദിക്ർ ഏതാ? ദിക്ർ എന്ന് ചൊല്ലി മനുഷ്യന്മാരെ ജീവിതത്തിൽ എല്ലാവരും ഈ ദിക്റിനെ ചേർത്ത് പിടിക്കണം. ദിവസത്തിൽ ഒരിക്കൽ മിനിമം 111 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ദിക്റിനെ ചൊല്ലണം.
പ്രയാസങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ നിവർത്തി വെച്ച് ഈ ദിക്ർ ചൊല്ലി നിങ്ങൾ ജീവിക്കണം. ഇൻഷാ അല്ലാഹ് വല്ല കടപ്പുറത്ത് പകരം വെക്കാനില്ലാത്ത മദ്രസ വിപ്ലവത്തിന്റെ ചരിത്രം തീർക്കുമ്പോ ഇൻഷാ അല്ലാഹ് ഒരു ദിക്റിന്റെ ചരിത്രം കൂടി തുന്നിച്ചേർക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലോകം എക്കാലത്തും ആദരിച്ചിട്ടുള്ള ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന് പോലും ആലോചനയുടെ ചിറകുകൾ സമ്മാനിച്ച അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ ആ ദിക്ർ ഇൻഷാ അല്ലാഹ് ആണുങ്ങളെ പെണ്ണുങ്ങളെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു തരികയാണ്. എല്ലാവരും അത് കബൂൽ ചെയ്യണം. ഒന്നെന്റെ കൂടെ 3 വട്ടം ചൊല്ലുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് പ്രൗഢമായ ഉജ്ജ്വലമായ ജാജ്വല്യ സമാനമായ ഈ സദസ്സ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളുടെ ഈമാൻ അല്ലാഹു രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരട്ടെ. ഈമാനോടുകൂടി അല്ലാഹു നമ്മളെ മരിപ്പിക്കട്ടെ. അല്ലാഹു നമുക്ക് ഖൈറും ബർക്കത്തും ഏറ്റി തരട്ടെ. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ നിർമ്മിക്കപ്പെട്ട മദ്രസയുടെ പൂർണ്ണമായ നിയ്യത്ത് നമുക്ക് പൂർത്തിയാക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദീന് പഠിക്കുന്ന കുട്ടികളുടെ ആ തഅലീമിന്റെ ബർക്കത്ത് ഇതിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബങ്ങൾ, ബന്ധുമിത്രങ്ങൾ, അത്രാദികൾ അവർക്കൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിൽ അല്ലാഹുവിന്റെ സവാബിനെ എത്തിക്കട്ടെ. അല്ലാഹുവേ, ധാരാളം രോഗികളുണ്ട്, ശിഫയാക്കണേ തമ്പുരാനെ. ഷുഗർ, പ്രഷർ, പ്രമേഹം, കാലുവേദന, കൈവേദന, തലവേദന, മുട്ടുവേദന തുടങ്ങി വേദനകളുടെ കൂമ്പാരങ്ങൾ, രോഗങ്ങളുടെ വല്ലാത്ത ഒരു വല്ലാത്ത രോഗങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് പിടിച്ച തമ്പുരാനെ ശിഫയാക്കണേ അല്ലാഹ്. ക്യാൻസർ തരരുതേ അല്ലാഹ്, മാരകമായ രോഗങ്ങൾ തരരുതേ അല്ലാഹ്, വിഷമങ്ങൾ തൊടുക്കാക്കണേ അല്ലാഹ്, ബർക്കത്തും ഇസ്സത്തും ആഫിയത്തും തരണേ അല്ലാഹ്. കുട്ടികളെയൊക്കെ പരീക്ഷയിൽ വിജയിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, പരീക്ഷ എടുത്ത കാലമാണ്. ഞങ്ങളുടെ കുട്ടികളെ എല്ലാ പരീക്ഷകളിൽ വിജയിപ്പിക്കണേ തമ്പുരാനെ. പരീക്ഷയ്ക്ക് തയ്യാറായ കുട്ടികൾക്ക് ഒരു ദിക്ർ നേരത്തെ 1-2 കുട്ടികൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ പരീക്ഷയ്ക്ക് പോകുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ദിക്ർ പറയാണ്. കോപ്പി അടിക്കാൻ പാടില്ല. ഈ ദിക്ർ എല്ലാവരും പറയാ. പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾ എല്ലാവർക്കും വിജയം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ 33 വട്ടം പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് തയ്യാറാവുക, പരീക്ഷയ്ക്ക് പോകുക. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്ന് പഠിക്കുമ്പോൾ വീണ്ടും പറയുക. അല്ലാഹു നമ്മുടെ കുട്ടികളൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി ജീവിപ്പിക്കട്ടെ, മരിപ്പിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നു ചേരാൻ തൗഫീഖ് തരട്ടെ. അല്ലാഹു ഇതൊക്കെ കാണട്ടെ. അവൻ പൊരുത്തപ്പെട്ട അവന്റെ ദാസന്മാരിൽ നമ്മളെ എവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇന്ന് ഭക്ഷണം നൽകിയ പ്രിയപ്പെട്ട മുഹമ്മദ് കുഞ്ഞ്, അതുപോലെ ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഈ നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ നിരന്തരം ഫോൺ ചെയ്തും ബന്ധപ്പെട്ടും ഇവിടെ എത്തുന്നത് വരെ ഇങ്ങോട്ട് ഞങ്ങളെ ക്ഷണിച്ച് ആദരിച്ച് ബഹുമാനിച്ച എല്ലാ ആളുകളും എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. എല്ലാവരെയും അല്ലാഹു സഹായിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.